ഓക്കെ, ബൈ ദിസ് ടൈം നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടു കാണും ഈ സിനിമയുടെ. ഈ സിനിമ ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ മലങ്കൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ റിവ്യൂ ഏറ്റവും അവസാനം വരുന്നത് കൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും പുതിയ ജുറാസിക് വേൾഡ് സിനിമയായ ജുറാസിക് വേൾഡ് റീബർത്ത് ആണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹോളിവുഡിൽ വർക്ക് ചെയ്യുന്നവരിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർമാരിൽ ഒരാളായ ഗാരത്ത് എഡ്വേർഡ്സ് ആണ്. 2014 ഗോഡ്സിലെയും ഏറ്റവും ബെസ്റ്റ് സ്റ്റാർ വാർസ് സിനിമകളിലൊന്നായ റോഗ് വണ്ണും പിന്നെ ക്രിയേറ്ററും ഒക്കെ ഡയറക്റ്റ് ചെയ്തത് ഗാരത്ത് എഡ്വേർഡ്സ് ആയിരുന്നു. ജുറാസിക് വേൾഡ് റീബർത്തിലേക്ക് വന്നാൽ ഈ സിനിമ മുൻപത്തെ ജുറാസിക് വേൾഡ് സിനിമകളുടെ ഒരു ഡയറക്റ്റ് സീക്വൽ തന്നെയാണ്. അതുപോലെ തന്നെ പഴയ ജുറാസിക് പാർക്ക് സിനിമകളുമായിട്ടും ഇതിന് കണക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു സീക്വൽ എന്ന് പറയുന്നതിലും നല്ലത് ഇതൊരു സ്പിൻ ഓഫ് സിനിമയാണെന്ന് പറയുന്നതാണ്. കാരണം മുൻപത്തെ സിനിമയിൽ ആരും ഇവിടെ തിരിച്ചു വരുന്നില്ല. ഇവിടെ പുതിയ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി കഥയിലേക്ക് വന്നാൽ ഒരു മെഡിക്കൽ റിസർച്ചിൽ ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നു. പക്ഷേ ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 വ്യത്യസ്ത ഡൈനോസർ സ്പീഷീസിൻ്റെ DNA സാമ്പിൾസ് ആവശ്യമുണ്ട്. സോ ആ സാമ്പിൾസ് കളക്ട് ചെയ്യാനായി ഒരു ഗ്രൂപ്പ് ഓഫ് മെഴ്സണറീസിനെ പഴയ ഉപേക്ഷിച്ച ജുറാസിക് പാർക്കിലേക്ക് അയക്കുന്നു. അതേസമയം വേറൊരു ഫാമിലിയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഐലൻഡിൽ ട്രാപ്പ് ആകുന്നുണ്ട്. സോ ഈ മെഴ്സണറീസ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ ഫാമിലിയോടൊപ്പം ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് പിന്നീടുള്ള പ്ലോട്ട്. ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം മുൻപത്തെ 2 ജുറാസിക് വേൾഡ് സിനിമകൾ എടുത്താലും കൊള്ളാവുന്ന ഒരൊറ്റ ഫ്രെയിം പോലും ആ 2 സിനിമയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പണ്ടത്തെ 90s ജുറാസിക് വേൾഡ് സിനിമകളിലെ പോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ടുകളും സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ജുറാസിക് പാർക്ക് 1 ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ഒരു സീക്വൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ജോൺ വില്യംസിൻ്റെ ക്ലാസിക് ജുറാസിക് പാർക്ക് മ്യൂസിക്. ആ സീൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മാത്രമല്ല ആദ്യകാല സിനിമകളെ പോലെ ഒരു ഹൊറർ ടച്ച് ഇവിടെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനെ വെച്ച് അപേക്ഷിച്ച് സിനിമ കുറച്ചുകൂടെ എൻഗേജിങ് ആകുന്നത് അവർ ആ ഐലൻഡിൽ എത്തിയതിന് ശേഷം അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഈ സിനിമയുടെ ലാസ്റ്റ് 30 മിനിറ്റ് ആയിരുന്നു ഏറ്റവും നല്ലത്. ഇവിടെയാണ് കൂടുതൽ ഹൊറർ എലമെൻറ്റ്സ് വർക്കൗട്ട് ആയതും. പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ സ്കാർലറ്റ് ജോഹാൻസന് അധികം എഫേർട്ട് എടുക്കേണ്ടി വന്നൊരു റോളായിട്ട് തോന്നിയില്ല. വേറെ ഏതൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള നടിക്ക് കൊടുത്താലും ചെയ്യാൻ കഴിയുന്ന റോള് തന്നെയാണത്. ഒരു ഡെപ്തുള്ള ക്യാരക്ടറായിട്ട് ഇവിടെ ഫീൽ ചെയ്തത് ജോണതൻ ബെയ്ലിയുടെ ആ ഒരു സയൻറ്റിസ്റ്റ് ക്യാരക്ടറാണ്. എന്തുകൊണ്ട് നമ്മൾ ഡൈനോസോഴ്സിനോടൊരു സിമ്പതി തോന്നണം അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണിച്ചിരുന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ്റെയാണ്. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. സിനിമയിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ നെഗറ്റീവ്സ് തന്നെയാണ്. ഈ സിനിമയിൽ 2 സബ്പ്ലോട്ടുണ്ട്. ഒന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പോകുന്ന ആ മെഴ്സണറീസിൻ്റെയും മറ്റേത് ആ ഐലൻഡിൽ പെട്ടുപോകുന്ന ആ ഫാമിലിയുടെയും. ഹൊറർ എലിമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്നൊരു സപ്ലോട്ടായിട്ട് രണ്ടാമത്തെ ആ ഒരു സപ്ലോട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരേ സിനിമയിൽ 2 സിനിമയുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഈ ഫാമിലിയുടെ ആ സപ്ലോട്ട് ഒട്ടും വർക്കായില്ല. ആ ക്യാരക്ടേഴ്സുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തതേയില്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ചില പ്ലോട്ട് പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. അത് പലയിടത്തും ഈ സിനിമയുടെ സീരിയസ്നെസ് കളയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു സ്നിക്കേഴ്സിൻ്റെ കവർ കാരണം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമൊക്കെ സത്യത്തിൽ കാണുമ്പോൾ കോമഡിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടുപിടുത്ത കോർപ്പറേറ്റ് വില്ലൻ തന്നെയാണ് ഇവിടെയും വില്ലനായിട്ട് വരുന്നത്. പുള്ളിയെ കാണിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ മനസ്സിലാവും പുള്ളി എങ്ങനെയായിരിക്കും അവസാനം പടമാവുന്നതെന്ന്. മുൻപത്തെ ജുറാസിക് വേൾഡ് സിനിമകൾ പോലെ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമയല്ല ഇത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ലോ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഡിനോസറുമായിട്ടുള്ള എല്ലാ ആക്ഷൻ സീൻസും നല്ലതായിരുന്നെങ്കിലും ക്ലൈമാക്സിൽ അവർ നേരിടേണ്ടി വരുന്നത് മ്യൂട്ടേഷൻ സംഭവിച്ച ഡൈനോസോറിനെ ആണോ അതോ ഇനി ആക്ച്വൽ ഗോഡ്സിലെ ആണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതൊരു ഡൈനോസോറിനേക്കാൾ കൂടുതലൊരു ഏലിയനായിട്ടോ അല്ലെങ്കിൽ ഗോഡ്സിലായിട്ടൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തത്. സോ ഓവറോൾ പറഞ്ഞാൽ ജുറാസിക് വേൾഡ് റീബർത്ത് ഒരു വാച്ചബിൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. 2016 ജുറാസിക് വേൾഡ് പോലെ അത്ര ആക്ഷൻ പാക്ഡ് അല്ലെങ്കിലും സ്റ്റിൽ ഈ ഫ്രാഞ്ചൈസിലൊരു സോളിഡ് എൻട്രി തന്നെയാണ് ഈ സിനിമ. എന്തുകൊണ്ടും മുൻപത്തെ 2 ജുറാസിക് വേൾഡ് സിനിമകളെക്കാളും ഫാർ ബെറ്ററാണ് ഈ സിനിമ. ഈ സിനിമയ്ക്ക് ഇത്ര ഹേറ്റ് കിട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വാച്ചബിളായിട്ട് തോന്നി. ഒരുപാട് ഫ്ലോസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ വാച്ചബിൾ ഫിലിം. മാഡം വെബ് പോലെയോ അല്ലെങ്കിൽ എക്സ്പെൻഡബിൾസ് 4 പോലെ ഒരു ദുരന്ത സിനിമയൊന്നുമില്ല. നിങ്ങൾ എക്സ്പെൻഡബിൾസ് 4 കണ്ടിട്ടുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ദുരന്തം എന്നൊക്കെ പറയേണ്ടത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ജുറാസിക് വേൾഡ് റീബർത്ത്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.